വീട്ടിലിരുന്നാൽ കാണൽ നടക്കില്ല. റൂമടച്ചാലും അവൻ ചാടിക്കയറി വരും അനുജൻ. പിന്നെ ആരെയൊക്കെയോ കണ്ണു വെട്ടിക്കണം. നാളെ സ്കൂൾ തുറക്കുകയും ചെയ്യും. അതുകൊണ്ട് അടുക്കള വഴി മൊബൈലുമായി പുറത്തിറങ്ങി. തൊട്ടപ്പുറത്തെ കൈതക്കാട് താണ്ടിയാൽ തെക്കേപ്പാടം മനയാണ്. ഇപ്പം ആരും ഇല്ല അവിടെ. വീതം വെക്കലിൽ അടി തീരാത്തതുകൊണ്ട് മരിച്ചിട്ടും ദഹിപ്പിക്കാനെടുക്കാത്ത പടുവൃദ്ധന്റെ മൃതദേഹം പോലെ ചത്തുമലച്ച് കിടക്കുകയാണ് മന. ഇരുളിറങ്ങി വരാൻ തുടങ്ങിയിരിക്കുന്നു. ഈ സമയത്ത് ആ മന അത്ര പന്തിയല്ല. പക്ഷേ ഇതിപ്പോഴാ വാട്സപ്പിൽ കിട്ടിയത്. തുടക്കം കണ്ടിട്ട് ഒടുക്കം കാണാതിരിക്കാനാവുന്നില്ല. ഞാൻ പതുക്കെ മതിൽ ചാടി. പെട്ടെന്ന് കൈതകൾ ഇളക്കിക്കൊണ്ട് എന്തോ ഒന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ഉള്ളൊന്ന് നടുങ്ങി. ആ നടുക്കത്തോടെ നോക്കിയത് മനയിലേക്കാണ്. അന്ന് വരെ കാണാത്ത ഒരു മുഖമായിരുന്നു അതിന്. നിഗൂഢതകൾ ഉള്ളിലൊളിപ്പിച്ച് അതെന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടോ പെട്ടെന്ന് ഇരുട്ടായതുപോലെ. ഉള്ളിലൊരാളൽ ഞാൻ തിരിച്ചറിഞ്ഞു. തിരിച്ച് മതിൽ കയറൽ നടക്കില്ല. മന വഴി ഇറങ്ങി വീടിന് മുൻപിൽ വരണം. പലരും പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട് മനയെപ്പറ്റി, പല കഥകളും. കൂട്ടുകാരൊന്നിച്ച് പോയിട്ടുണ്ട് പലപ്പോഴും. ഇതിനായി അവിടെ ചെന്നിട്ടുമുണ്ട്. പക്ഷേ ഒറ്റയ്ക്കാദ്യം, അതും ഈ ഇരുൾ പിടിക്കുന്ന സമയം. മനയുടെ തെക്കേ അതിരിലെ പനമരം, അതിനു മുകളിൽ പലരും വെളുത്ത രൂപങ്ങൾ തൂങ്ങിയാടുന്നത് കണ്ടിട്ടുണ്ട് പോലും. മനസ്സിൽ ഭയം ഇരുട്ടിനൊപ്പം കനം കൂടാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ വേഗം കൈതോലകൾ വകഞ്ഞുമാറ്റി മുന്നോട്ട് നടന്നു. കയ്യിലിരുന്ന കാഴ്ച തൽക്കാലത്തേക്ക് ഞാൻ മറന്നിരുന്നു. വേഗം മന താണ്ടി വീട് പിടിക്കണം. മനയുടെ പ്രതാപം അടർന്നുപോയ പടവുകൾ തെല്ലി ഭയത്തോടെ കയറി. ഓരോ പടവുകൾ കയറുന്തോറും അതെനിക്ക് മുന്നിൽ ഭീമാകാരമായി ഉയർന്നു വന്നുകൊണ്ടിരുന്നു. തകർന്ന കൽത്തൂണുകൾ, പൊട്ടിപ്പൊളിഞ്ഞ കൽഭിത്തികൾ, തല തകർന്ന കൽപ്രതിമകൾ. ആ പ്രതിമകളുടെ കണ്ണുകളിൽ പോലും ഒരു വല്ലാത്ത ഭയം. അവ എന്നോട് ഇപ്പോൾ എന്തിന് ഇങ്ങോട്ട് വന്നു എന്ന് ചോദിക്കാതെ ചോദിക്കും പോലെ. ഭയം എന്നെ അടിമുതൽ മുടിവരെ കീഴ്പ്പെടുത്തി. ഞാൻ പിന്തിരിഞ്ഞ് എൻ്റെ വീടിനെ നോക്കി. പക്ഷെ അതും ഇരുൾ മൂടി പോയിരുന്നു. ശ്വാസഗതി എനിക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കണ്ണുകൾ ഇറുക്കിയടച്ചു. ഒറ്റക്കുതിപ്പിന് മന കടക്കണം. അപ്പോഴാണ് എൻ്റെ ശ്വാസം നിലയ്ക്കുന്നൊരു കാഴ്ച ഞാൻ കണ്ടത്. മനയുടെ കോലായിൽ നിന്ന് വെളുവെളുത്ത എന്തോ ഒന്ന് ശരവേഗത്തിൽ എൻ്റെ നേരെ ഓടി വന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ചലിക്കാൻ കഴിയും മുൻപേ അതെൻ്റെ കാലിൽ വട്ടം ചുറ്റി. ആ ജീവി എൻ്റെ കാലിൽ വാലും തലയും മുരച്ചു. ഞാൻ ഒരു വിറയിലോടെ താഴേക്ക് നോക്കി. ഈശ്വര, വീട്ടിലെ പൂച്ചക്കുട്ടിയാണ്. അമ്മ ഓമനിച്ചു വളർത്തുന്ന പൂച്ചക്കുട്ടി. അതെങ്ങനെ ഇവിടെ വന്നു? ഞാനിപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ഇതിനെ വല്ല ജന്തുക്കളും പിടിച്ചേനെ. ഞാൻ അതിനെ കയ്യിലെടുത്തു. അത് പതുക്കെ കരഞ്ഞുകൊണ്ട് എൻ്റെ മുഖത്ത് മുഖമുരസി. ഒരു ജീവനെ കൂട്ടുകിട്ടിയപ്പോൾ എന്നിലെ ധൈര്യം തിരിച്ചു വന്നു. ഞാൻ അതിനെ തഴുകിക്കൊണ്ട് മുൻപോട്ട് നടന്നു. മന അടുക്കുന്തോറും ആ പൂച്ചക്കുട്ടി എൻ്റെ നെഞ്ചോരം ചേർന്ന് പതുങ്ങാൻ തുടങ്ങി. മനയുടെ മുറ്റത്തെത്തിയതും അത് കുതറാൻ തുടങ്ങി. എത്ര നെഞ്ചോട് ചേർത്തിട്ടും അത് അടങ്ങിയില്ല. ഞാൻ ബലം പ്രയോഗിച്ചപ്പോൾ അതൊരുതരം ശബ്ദം പുറപ്പെടുവിച്ചു. ഒരുതരം കുറുകൽ. വീണ്ടും എനിക്ക് ചുറ്റും ഭയം ഇരുട്ടിന്റെ കൂട്ടുപിടിച്ച് വട്ടം ചുറ്റാൻ തുടങ്ങിയിരിക്കുന്നു. പെട്ടെന്നാണ് ആ മന്ദിരത്തിന്റെ ഉമ്മർത്ത് ആരോ ഇരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതോ നിഴലോ? തിരിച്ചറിയും മുൻപേ പൂച്ചക്കുട്ടി ഒരു നിലവിളിയോടെ കയ്യിൽ നിന്ന് ചാടി മരയുടെ ഉമ്മർത്തേക്ക് കയറി. പിന്നെ അത് ആ നിഴലിന് സമീപം പതുങ്ങി നിന്നു. ഞാൻ വീണ്ടും ആ നിഴലിനെ സൂക്ഷിച്ചു നോക്കി. ഒരു സ്ത്രീരൂപം, 10-18 വയസ്സ് പ്രായം വരുന്നൊരു പെൺകുട്ടി പുറംതിരിഞ്ഞിരിക്കുകയാണ്. എന്റെ ശരീരം മുഴുവൻ ഒരുതരം വിറയൽ ബാധിച്ചു. ആ കാഴ്ച വെറും തോന്നലാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായി ഞാൻ. പെട്ടെന്ന് വല്ലാത്തൊരു ശബ്ദത്തോടെ കാറ്റടിച്ചു. ഒപ്പം തൊട്ടടുത്ത് നിന്ന് കുറുക്കന്റെ ദയനീയമായ ഓലിയിടലും. ആ നിമിഷം ആ രൂപം തല എനിക്ക് നേരെ വട്ടം തിരിച്ചു. എന്റെ ബോധം മറയുകയായിരുന്നു. ആകാശത്ത് അതുവരെ എത്തിനോക്കിയ ചന്ദ്രക്കലയും പേടിയോടെ മേഘപാളികൾ കൊണ്ട് വാതിലടച്ചു. ഞാൻ നിലത്ത് വീണുകിടക്കവേ ആ സ്ത്രീരൂപം ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. അത് കണ്ടതും പേടിച്ചിരണ്ടതുപോലെ ആ പൂച്ചക്കുട്ടി എന്നെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് എൻ്റെ വീട് ലക്ഷ്യമാക്കി ഓടി. അവൾ ആ കാറ്റിൽ അരികിലേക്ക് ഒഴുകി വരുന്നത് കിടന്ന കിടപ്പിൽ എനിക്ക് വ്യക്തമായി കാണാമായിരുന്നു. അവൾ അടുത്തു വന്നപ്പോൾ മാംസം ചീഞ്ഞളിഞ്ഞ ഗന്ധം അവിടെ ആകെ പരന്നു. അവൾ എനിക്കരികിൽ വന്നുവെങ്കിലും മുഖം വ്യക്തമായി കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. നിനക്ക് എഴുന്നേൽക്കാൻ കഴിയുമോ? ആ ചോദ്യം എൻ്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടതായി എനിക്ക് തോന്നി. എങ്കിലും അവരുടെ ശബ്ദത്തിലോ ചോദ്യത്തിലോ ഒരു അസാധാരണത്വവും തോന്നിയില്ല. എൻ്റെ നാവ് വായിലുള്ളതായി എനിക്കും തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കിടന്ന കിടപ്പിൽ തലയാട്ടുക മാത്രം ചെയ്തു. വേണ്ട, മരണത്തിൻ്റെ രൂപം ഈ കിടപ്പ് തന്നെയാണ്, അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. നീ എന്നെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് എന്നെനിക്കറിയാം. നീ കാണാൻ വന്നത് എന്നെയാണ്, എൻ്റെ ഉടുതുണിയുരിഞ്ഞ നിഴലിനെയാണ്. മൊബൈലിൽ നിന്ന് മറ്റൊന്നിലേക്ക് പറന്നുകൊണ്ടിരുന്നത് പറത്തിക്കളഞ്ഞത് എൻ്റെ ജീവനാണ്. എനിക്കറിയാം നീ ചിന്തിക്കുന്നത് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ലേ. സ്വന്തം വീട്ടിലെ കുളിമുറിയുടെ ചുമരുകൾ പോലും ഞങ്ങൾക്ക് സുരക്ഷിതമില്ലാതെ പോയത് തെറ്റ് തന്നെയാ. കൊടും തെറ്റ്. ഞങ്ങളുടേതല്ല,
നീയടങ്ങുന്ന സമൂഹത്തിൻ്റെ. അവളുടെ രൂപവും സ്വരവും മാറുന്നത് ഞാൻ അറിഞ്ഞു. നീയടങ്ങുന്ന ഈ സമൂഹം ചീഞ്ഞളിഞ്ഞ മാംസത്തിൽ നിന്ന് വീണ്ടും വീണ്ടും കാമം തീർക്കുമ്പോൾ ഓർത്തോ, ജീവിക്കാൻ കൊതിയുണ്ടായിട്ടും ഒരു തെറ്റിൻ്റെ പേരിൽ സമൂഹം മണ്ണിട്ട് മൂടിയ ഒരുപാട് പേരുടെ ആത്മാക്കൾ ഉണ്ട് നിങ്ങൾക്ക് ചുറ്റും. അവരുടെ അടങ്ങാത്ത നിലവിളികളുണ്ട്, അവരുടെ ശാപവചനങ്ങളുണ്ട്. ഇടുത്തി പോലെ നിങ്ങളെ വിടാതെ പിന്തുടർന്ന് ഒരു ഇരുളിൽ അവർ കാത്തിരിപ്പുണ്ട് നിങ്ങൾക്കായി. അവൾ ഒന്ന് ശരീരം കുടഞ്ഞു. അപ്പോൾ ശരീരത്തിൽ നിന്ന് എന്തോ തെറിച്ചുപോയിക്കൊണ്ടിരുന്നു. 1-2 എൻ്റെ ശരീരത്തിലും വീണു. അവയ്ക്ക് ജീവനുണ്ടായിരുന്നു. നിനക്ക് കാണണ്ടേ എൻ്റെ നഗ്നത നേരിട്ട്? നിഴലല്ലേ കണ്ടിട്ടുള്ളൂ. ഇന്നത്തെ എൻ്റെ ശരീരം കാണണ്ടേ നിനക്ക്? അവൾ ആകാശത്തേക്ക് നോക്കി. അപ്പോൾ മേഘപാളികൾ കൊണ്ട് കഥകടച്ച നിലാവ് പേടിയോടെ പുറത്തു വന്ന് ആ ദൃശ്യത്തിന് വെളിച്ചമൊരുക്കി പതുങ്ങി നിന്നു. ഞാൻ തലയിട്ട് നിലത്തടിച്ചുകൊണ്ട് കാണണ്ട എന്ന് ആർത്തലച്ചു. കാണണം. എന്നെ കുഴിയിൽ വെച്ചിട്ട് കുറഞ്ഞ ദിവസങ്ങളെ ആയുള്ളൂ. നിന്റെ ആർത്തി തീരണം. അവളൊന്ന് ചിരിച്ചു. അവൾ എനിക്ക് മുൻപിൽ നിന്ന് വസ്ത്രങ്ങൾ അഴിച്ചു. ആ നിലാവിൽ ഞാൻ കണ്ടു പുഴുക്കൾ മുങ്ങാങ്കുഴിയിടുന്ന അവളുടെ ശരീരം. അതിൽ നിന്ന് ഓരോന്നായി നിലത്ത് വീണുകൊണ്ടിരുന്നു. അവ വീണ്ടും ആർത്തിയോടെ അവളുടെ മാംസത്തിലേക്ക് പറ്റിപ്പിടിച്ച് കയറിക്കൊണ്ടിരുന്നു. തലച്ചോറ് തുളയ്ക്കുന്ന അളിഞ്ഞ മാംസത്തിന്റെ ഗന്ധം. കണ്ടാൽ പോരാ, ആസ്വദിക്കണം നീ. അവൾ എൻ്റെ കാൽക്കൽ വന്ന് എൻ്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു. ഞാൻ പിടഞ്ഞു മാറാൻ നോക്കി. നാവു പോലെ ശരീരവും അനക്കാൻ സാധിച്ചില്ല. അപ്പോൾ എൻ്റെ ശരീരം നിറയെ പുഴുക്കളായിരുന്നു. ഞാൻ കണ്ണുകൾ ഇറക്കി അടച്ചു മരണത്തെ മുൻപിൽ കണ്ടു. കണ്ണു തുറന്നപ്പോൾ ഞാൻ ആശുപത്രിയിൽ ഡ്രിപ്പിട്ട് കിടത്തപ്പെട്ടിരിക്കുകയാണ്. ചുറ്റും ബന്ധുക്കൾ കണ്ണു നിറച്ച് നിൽപ്പുണ്ട്. അമ്മ എൻ്റെ മുടിയിൽ കൈത്തലോടി സാരിത്തുമ്പ് കൊണ്ട് വറ്റാത്ത കണ്ണീർ തുടച്ചുകൊണ്ടിരുന്നു. എൻ്റെ ശരീരമാകെ ഉറുമ്പരിച്ച പോലെ ദ്വാരങ്ങൾ വീണിരുന്നു. പിന്നെ ഞാൻ അറിഞ്ഞു, എന്നെ കാണാതെ നാട് മുഴുവൻ തിരഞ്ഞവർ മനയുടെ മുറ്റത്ത് ബോധം കെട്ടുകിടക്കുന്ന എന്നെ കണ്ടെത്തുകയായിരുന്നു എന്ന്. ആ കടുത്ത വേദനയിൽ ഞാൻ എൻ്റെ മൊബൈൽ അന്വേഷിച്ചു. അത് സംശയത്തോടെ അമ്മ വെച്ചു നീട്ടിയപ്പോൾ ഞാൻ ആ വേദനയിലും ഒന്ന് ചിരിച്ചു. ഒരു ഉറച്ച തീരുമാനത്തിൽ നിന്നും വന്ന ചിരിയായിരുന്നു അത്. അത് വാങ്ങി അതിലുണ്ടായിരുന്നതെല്ലാം ഡിലീറ്റ് ചെയ്തു. അപ്പോഴേക്കും സിസ്റ്റർ ഇഞ്ചക്ഷൻ വെക്കാൻ എത്തി. പതുക്കെ എൻ്റെ കൈത്തണ്ടയിൽ സൂചി താഴ്ത്തി സ്നേഹത്തോടെ ചോദിച്ചു, അനിയ, വേദനിക്കുന്നുണ്ടോ? ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ കണ്ണുകൾ വിടർന്നു. അത് അവളായിരുന്നു. അവൾ പതുക്കെ മുഖം എൻ്റെ മുഖത്തിന് നേരെ താഴ്ത്തി എനിക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പറഞ്ഞു, ഓരോ പെണ്ണിന്റെ കണ്ണീർ ഭൂമിയിൽ പതിക്കുമ്പോഴും ഭൂമി വെന്തുരുകയാണ് അനിയ. അത് തടഞ്ഞില്ലെങ്കിൽ ആ ചൂടിൽ വെന്തുരുകി പോവും ഈ വഴിതെറ്റി സഞ്ചരിക്കുന്ന സമൂഹം. അവൾ ചിരിച്ചുകൊണ്ട് വീണ്ടും തുടർന്നു, ഭൂമിയിൽ നിങ്ങളെപ്പോലെ ഞങ്ങളും അവകാശികളാണ്. ഈ ചിത്രശലഭങ്ങളും ചിറകു വിടർത്തി പാറി പറന്നോട്ടെ അനിയ. അവൾ ചിരിച്ചുകൊണ്ട് എൻ്റെ കവിളിൽ തലോടി. പിന്നെ യാത്ര പറഞ്ഞു മറ്റൊരു ലോകത്തേക്ക്.